കണ്ണിയാവാനുള്ള നിയോഗമാണ് അഭിവന്ദ്യ പിതാവിന് ലഭിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരള സമൂഹത്തിൽ നവോത്ഥാന മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയ ചാവറയച്ചനെ പോലെയുള്ള മഹാരഥന്മാർക്ക് ജന്മം നൽകിയ സഭയാണിത്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രത്യേകതയെക്കുറിച്ച് ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്കുവഹിച്ചുവെന്ന് അറിയുന്നവരാണ് നമ്മളെല്ലാവരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ ചാവറയച്ചനെ മറന്നതാരാണ്? ചാവറയച്ചൻ്റെ ഓർമ്മകളെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്ന് പോലും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത് ആരാണ്? മറ്റെല്ലാവരും നിലനിൽക്കുമ്പോഴും ചാവറയച്ചൻ മാത്രം മാറ്റി നിർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം?